പരാതി കൊടുത്തിട്ട് ഇതിലൊരു കാര്യമില്ല. പരാതിയിലൂടെ പരിഹാരം കണ്ട ഒരു കാര്യമില്ല. ഇത് മാനസിക രോഗമാണ്, അതിന് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നവർ. ഇനിയിപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുഭാവികളായിട്ടുള്ള ആളുകളും ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, അവരും കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. നമുക്ക് CPM-ൻ്റെ ഒരു രാഷ്ട്രീയത്തെ എതിർക്കേണ്ടത് അവരുടെ നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടല്ല എന്ന് വിചാരിക്കുക. നമ്മൾക്ക് ആക്ഷേപഹാസ്യങ്ങൾ നമുക്ക് അങ്ങനെ അത്തരം ഉദാഹരണങ്ങളൊക്കെ പറയാം. അതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അങ്ങനെ എല്ലാത്തിലും നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രം നോക്കിയാൽ ഒരു മനുഷ്യന് ചിരിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഒരു തമാശ പറയാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് പരിധിക്ക് അപ്പുറം കയറി ഓരോ അടിസ്ഥാനവും ഇല്ലാതെ ഒട്ടും ഫാക്ച്വൽ അല്ലാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങൾ നടക്കേണ്ടത്, തിരുത്തപ്പെടേണ്ടത് ഉന്നതമായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ്. അത് ആരെങ്കിലും ഒരാൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ കുറേ കൂടി കറക്റ്റ് ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഭരണകക്ഷിയിൽ ഇരിക്കുന്ന ആളുകൾ ആണ് ആ സ്റ്റെപ്പ് ആദ്യം എടുക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നില്ല. സൈബർ അറ്റാക്ക് നേരിട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നിയില്ല. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളുടെ പ്രതിനിധിത്വമൊക്കെ ചോദിക്കുന്ന ഒരു ഘട്ടം വന്നു. അന്നേരം എനിക്ക് തോന്നി, ഭയങ്കര ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്നുകിൽ പരാതി കൊടുക്കും, അല്ലെങ്കിൽ ഓടി ഒളിക്കും. ഞാൻ നേരെ തിരിച്ചാണ് ചെയ്തത്. ഇങ്ങനെ ഇട്ട ഓരോ കമൻറ്റും എടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള അതിനെ കൗണ്ടർ ചെയ്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, അതിനെ കൗണ്ടർ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ വൃത്തികേട് പറഞ്ഞവർ അവരുടെ വൃത്തികേട് പറച്ചിൽ കുറച്ച് ദിവസത്തേക്ക് അങ്ങ് നിർത്തി. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെക്കുറിച്ച് വരെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അവരുടെ ഉൾപ്പെടെ എൻ്റെ ഫാമിലി ഫോട്ടോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, വൃത്തിക്ക് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ.